വിടാമുയർച്ചയും തല അജിത്ത് തന്നെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിക്കളിച്ച സിനിമ. അജിത്തിന്റെ ഫാൻസിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള മാസ് ഇൻട്രോ സീക്വൻസുകളോ ലാർജർ ദാൻ ലൈഫ് സീൻസോ അങ്ങനെ ഒന്നും ഈ സിനിമയിൽ ഇല്ല. ഒരു പ്യുവർ മകൾ തെരുമേനി സിനിമ. സോ അജിത്ത് എന്ന നടൻ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. പിന്നെ പിന്നീട് എന്ത് ഈ സിനിമയെ പിന്നോട്ടാക്കി അതിനുള്ള ഉത്തരമാണ് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള മകൾ തിരുമേനി. ആ ഡയറക്ടറിന്റെ എക്സിക്യൂഷൻ ഡീസന്റ് ആയിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ സ്ക്രീൻ പ്ലേ അതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ വില്ലനായിട്ട് മാറിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി ലാഗ് ഇട്ടിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് എഴുതി കുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ അനിരുദ്ധിന്റെ മ്യൂസിക്, അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ്, ഓംപ്രകാശിന്റെ വിഷ്വൽസ്, വൈഡ് ഷോട്ട്സ് ഇതെല്ലാം നല്ല എക്സ്പെക്ടേഷൻ ആണ് തന്നത്. പക്ഷെ ഈ സിനിമ കണ്ടതിന് ശേഷം ഇതെല്ലാം ആസ് പെർ എക്സ്പെക്ടഡ് ആണ്. പക്ഷെ ഈ സിനിമ അത്രയും ഒരു ത്രില്ലിംഗ് അനുഭവം കിട്ടിയില്ല എന്നാണ് സത്യം. തടം എന്ന സിനിമയുടെ തുടക്കമൊക്കെ അനാവശ്യമായ കുറെ സീൻസ് ഉണ്ടെങ്കിൽ പോലും പാട്ടം ഒരു വേറെ ലെവൽ സസ്പെൻസ് ത്രില്ലറായിരുന്നു. ഇവിടത്തെയും ഈ സിനിമയുടെയും സ്റ്റോറി നല്ലതാണ്, പക്ഷെ ഈ സിനിമയുടെ റൈറ്റിംഗ് ഒട്ടും ഒരു ഫ്രഷ്നസ് തന്നില്ല. കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇട്ട് തരുന്നുണ്ടെങ്കിൽ പോലും എല്ലാം ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമുക്കെല്ലാം മനസ്സിലാവും. ഈ പ്രെഡിക്റ്റബിലിറ്റി ഒരു മെയിൻ നെഗറ്റീവ് ഫാക്ടർ തന്നെയായിരുന്നു. ഈ സിനിമയുടെ തുടക്കം 20 മിനിറ്റ് തൃശ്ശയുടെയും അജിത്തിന്റെയും ഒരു റൊമാൻസും റിലേഷൻഷിപ്പ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറെ മൊമെന്റുകളാണ് കാണിക്കുന്നത്. അവിടെയും കെമിസ്ട്രി ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. നമുക്കൊന്നും അവിടെ പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല. അത് ആ ഒരു 20 മിനിറ്റ്സ് വെറുതെ വേസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അത്യാവശ്യം കുറേ സീൻസ് ഉണ്ട്, കുറേ ട്രിം ചെയ്ത് കളയാൻ വേണ്ടി സീൻസ്. അങ്ങനെയാണെങ്കിൽ റൺ ടൈം ഈ 2.5 മണിക്കൂർ റൺ ടൈമും കുറഞ്ഞു കിട്ടിയാണ്. ഇനി പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അനിരുദ്ധ് മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. അത് നല്ല വർക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓം പ്രകാശിന്റെ വിഷ്വൽസ്, ആ അസർബൈജാന്റെ ലൊക്കേഷൻസും എല്ലാം അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് അത്രയും പോരായിരുന്നു. സൗണ്ട് ഡിസൈൻ ആ ഒരു കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് കൊള്ളായിരുന്നു, വെരി വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തല അജിത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നോർമൽ ആയ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു നോർമൽ ത്രില്ലർ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ഭയങ്കര നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ റൊമാൻറ്റിക് ആസ്പെക്ട് വിട്ടാൽ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു നമുക്ക് നല്ല രീതിയിൽ ഫ്രഷ്നസും ഫീൽ ചെയ്തു. തൃഷ ആ ലിമിറ്റഡ് സ്ക്രീൻ ടൈമിൽ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കിങ് അർജുനും റജീന കസാൻഡ്രയും ആ വില്ലൻ വേഷത്തിൽ അവർ നല്ല സ്റ്റൈലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ വീക്ക് റൈറ്റിംഗ് കാരണം ഭയങ്കരമായിട്ട് അണ്ടർ യൂട്ടിലൈസ്ഡ് രണ്ട് ക്യാരക്ടേഴ്സ് ആയി പോയി. അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ പെർഫോം ചെയ്യാൻ സ്കോപ്പ് കിട്ടിയാണ്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി ആവേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ വീക്ക് റൈറ്റിംഗ് ഈ സിനിമയെ നശിപ്പിച്ച് കളഞ്ഞു. ഒരു ഓവറോൾ ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മകിഴ് തിരുമേനി.